ഉയർന്നതോടെ വല്ലച്ചിറ പഞ്ചായത്തിൽ 4ഇടത്തായി 300ഓളം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിൽ അഭയം തേടി. വല്ലച്ചിറ യു.പി. സ്കൂൾ, കടലാശ്ശേരി എൽ.പി. സ്കൂൾ, പല്ലിശ്ശേരി യു.പി. സ്കൂൾ, പല്ലിശ്ശേരി സെന്റ് മേരീസ് സ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പ് തുറന്നത്. വല്ലച്ചിറ യു.പി. സ്കൂളിൽ 22 കുടുംബങ്ങളിൽ നിന്നായി 47 പേരും, കടലാശ്ശേരി സ്കൂളിൽ 55 കുടുംബങ്ങളിൽ നിന്നായി 137 പേരും, പല്ലിശ്ശേരി യു.പി. സ്കൂളിൽ 5 വീടുകളിൽ നിന്നായി 10 പേരും, പല്ലിശ്ശേരി സെന്റ് മേരീസ് സ്കൂളിൽ 42 കുടുംബങ്ങളിൽ നിന്നായി 108 പേരുമാണ് കഴിയുന്നത്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിൽ താഴ്ന്ന പ്രദേശങ്ങൾ, പുഞ്ചപ്പാടത്തിൻ്റെ തീരത്തുള്ള പ്രദേശങ്ങൾ, അതുപോലെ തന്നെ 5ാം വാർഡിൽ പാലക്കടവ്, മണ്ടേപ്പാടം, കാഞ്ഞിരക്കടവ് പ്രദേശം, അതുപോലെ 8ാം വാർഡിൻ്റെ പട്ടംവള്ളം, പൊക്കിരിപ്പള്ളം, കഴുമ്പള്ളം, വാര്യമ്പള്ളം പ്രദേശത്താണ് കൂടുതലായിട്ട് വെള്ളം കയറിയിട്ടുള്ളത്. വല്ലച്ചിറ ഗവൺമെൻറ് യു.പി. സ്കൂളിൽ ഒരു ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കടലാശ്ശേരി KMLPSൽ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല്ലിശ്ശേരി സെൻറ്റ് മേരീസ് സ്കൂളിൽ, LP സ്കൂളിൽ, അതുപോലെ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൻ്റെ ആറാട്ടുപുഴ ഉള്ള പഴം പച്ചക്കറി സംസ്കരണ കേന്ദ്രത്തിലും ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. അതിൽ നിരവധി കുടുംബങ്ങൾ അതിൽ ക്യാമ്പിലുണ്ട്. കൂടുതലായിട്ടുള്ള ആൾക്കാർ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളം അല്പം കൂടുതലാണ് ഇപ്പോൾ ഉള്ളത്. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം താഴുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതി പ്രദേശത്ത് മഴയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വെള്ളം തുറന്നതിൻ്റെ ഭാഗമായിട്ട് ധാരാളം വെള്ളം വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. എന്നിരുന്നാലും ധാരാളം കുടുംബങ്ങളിലേക്ക് വെള്ളം കയറിയത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് ക്യാമ്പുകൾ ആരംഭിച്ച് അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതിനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നൊപ്പം തന്നെ വില്ലേജ് ഓഫീസറും മറ്റ് എല്ലാവരും സന്നദ്ധ പ്രവർത്തകരൊക്കെ രംഗത്തുണ്ട്. കൂടുതൽ ഭയപ്പെടേണ്ട അന്തരീക്ഷമില്ല. എന്നാൽ ജാഗ്രതയോട് കൂടിയിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.